ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന സ്കിറ്റിന്റെ പേരാണ് മാനപാത്രങ്ങൾ. ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ചില സൃഷ്ടികളെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾ ജീവനോടിരിക്കുന്നവരോ മരിച്ചവരായിട്ടോ ഏതെങ്കിലും രീതിയിൽ സാമ്യം തോന്നുന്നുവെങ്കിൽ അതെ, അത് തികച്ചും യാദൃച്ഛികമല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാൻ കൂട്ടുകാരെ. കൂട്ടുകാരെയും എന്നെ മനസ്സിലായോ? യോനാ പ്രവാചകൻ തണലിനു വേണ്ടി ആശ്രയിച്ച ആവണക്കിനെ കുത്തിക്കളയാൻ ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാറ്റും മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എങ്ങനെ ഇത്രയും ദൂരം എഴുതി നിലവിലെത്തും? സുഹൃത്തുക്കളെ, എന്നെ മനസ്സിലായി. സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ശക്തമായി പെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ അവധി ലഭിക്കും. ഇപ്പോൾ മനസ്സിലായോ ഞാൻ ആരാണ്? ഏലിയാ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള അരുൾപ്പാട് കിട്ടിയപ്പോൾ 3.5 വർഷത്തേക്ക് പെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക ശബ്ദം കേട്ട് അനുസരിച്ച മഴയാണ് ഞാൻ. ഹലോ ഗൈസ്, ഞങ്ങളെ കുറിച്ച് പൊതുവെ ഉള്ള അഭിപ്രായം ഭക്ഷണ സാധനങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നവരെന്നാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഞങ്ങൾ നല്ലവരും ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് പണ്ട് ദൈവം പറഞ്ഞതനുസരിച്ച് കെരീത്ത് തോട്ടിനരികിൽ ഒളിച്ചിരുന്ന ഏലിയാവിന് രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കറക്റ്റ് ടൈമിന് കൊണ്ടുകൊടുത്ത ഡെലിവറി ബോയ്. ഞാനാണ് കാട്ടിലെ രാജാവ് ദാനിയേൽ. രാത്രി മുഴുവനും ഒരു കേടും കൂടാതെ കഴിഞ്ഞത് ഞങ്ങളുടെ ഗുഹയിലാണ്. ദൈവം അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് തന്നത്. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരും മക്കളെയും അവരുടെ ഭാര്യമാരെയും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നു. നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സദ്യക്ക് പകരം കുഴിമന്തി തന്നെ എന്നാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, എത്ര ഇറിറ്റേറ്റ് ആണ് ദൈവം ഞങ്ങൾക്ക് പ്രതിഫലം തന്നത്. പണ്ട് 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 തർശീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർശീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു. ഹലോ കൂട്ടുകാരെ, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. ദൈവം പറഞ്ഞത് അനുസരിച്ച് യോനെ വിഴുങ്ങിയ വലിയ മത്സ്യമാണ് ഞാൻ. എത്ര നേരമാ വായൻ തുറന്ന് അവന് വേണ്ടി വെയിറ്റ് ചെയ്തത്. വിഴുങ്ങിയ ശേഷമോ അവൻ എൻ്റെ വയറ്റിൽ കിടന്ന് കരയാനും പ്രാർത്ഥിക്കാനും പല അഭ്യാസങ്ങളും ചെയ്യാൻ തുടങ്ങി. ഈ 3 ദിവസം ഞാൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. പിന്നെ ദൈവം പറഞ്ഞത് അനുസരിച്ച് 3-ാം ദിവസം യോനെ കരയിൽ കൊണ്ടുപോയി ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരു സമാധാനം കിട്ടിയത്. അമ്മേ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? പഴയ നിയമത്തിലെ ഒരു പ്രവചന നിവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മളെയാണ് തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത് മോളെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കും മനസ്സിലായോ ഞങ്ങൾ ആരാണെന്നോ? ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ കൊച്ചു കൂട്ടുകാർക്ക് നമ്മളെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം മാതാപിതാക്കളും ടീച്ചർമാരും നിങ്ങളെ എപ്പോഴും വിളിക്കുന്ന പേരാണ് ഞങ്ങളുടെ. ഞങ്ങൾ കഴുതകളാണെങ്കിലും യേശുപ്പച്ചൻ യാത്ര ചെയ്യാൻ ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അമ്മേ, പഴയ നിയമത്തിൽ നമ്മളുടെ ഒരു അപ്പച്ചനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഒരു പൂർവികന്റെ വായ് തുറന്ന് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ കൃപ ലഭിച്ചതും ഞങ്ങൾക്കാണ്. ഗസ് ചെയ്യാമോ ഗൈസ്? ആദ്യമായി തക്ക സമയത്ത് പ്രവർത്തിച്ച അലാറം ഞാനാണ്.
ദൈവം എനിക്ക് തന്ന ഡ്യൂട്ടി പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറയുമ്പോൾ കൂവുക എന്നതാണ്. ഷോ എന്ത് തണുപ്പായിരുന്നു ആ രാത്രിയിൽ. ഈ ദയയില്ലാത്ത മനുഷ്യർ തണുപ്പ് മാറ്റുവാൻ വേണ്ടി വിറകിന് തീയിട്ട് അതിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നോടൊറ്റ മനുഷ്യൻ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കാൻ പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചുക്ക് കാപ്പി പോലും കുടിക്കാൻ വന്നില്ല. അതേതായാലും കാര്യമായി. മനുഷ്യന്റെ കാര്യമല്ലേ, വിശ്വസിക്കാൻ പറ്റുകയില്ല. അവരെന്നെ പിടിച്ച് തന്തൂരി ചിക്കനാക്കിയാണ്. എങ്കിലും ഞാൻ എൻ്റെ ദൈവം ഏൽപ്പിച്ച ആ ഡ്യൂട്ടി ആ തണുപ്പുള്ള രാത്രിയിലും ഉറക്കമൊഴിച്ചിരുന്ന് കൃത്യമായി ചെയ്തു. ഞാൻ അന്ന് യശ്വച്ചനും ശിഷ്യന്മാരും വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ കടലിൽ അടിച്ച കാറ്റും തിരമലയും. ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ശാന്തമായി. ഈ പുല്ലു എത്ര നേരം കൊണ്ട് ഇഴഞ്ഞോണ്ടിരിക്കുക? എവിടെ പോകുവാനാണോ എന്തോ? ഞാൻ ദൈവം പറഞ്ഞത് അനുസരിച്ച് ആവണക്കിനെ കുത്താൻ പോവുകയാണ്. പക്ഷെ ഈ മഴയും കാറ്റും കാരണം എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. കൂട്ടുകാരെ, നമുക്ക് പ്രകൃതി ശാന്തമാകുവാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അങ്ങാണല്ലോ കാട്ടിലെ രാജാവ്, അങ്ങ് പ്രാർത്ഥിക്കൂ. കൂട്ടുകാരെ, നമ്മളുടെ ഇടയിൽ മനുഷ്യന്മാരുടെ കൂട്ടില്ല, വേർതിരിവ് ഒന്നുമില്ലല്ലോ. ദൈവം മുൻപാകെ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ കാക്ക പ്രാർത്ഥിക്കൂ. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കാറ്റിനെയും മഴയും ശാന്തമാക്കണമേ. എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഞാൻ മുൻപോട്ട് പോകുന്നു. ടാറ്റ ബൈ. കൂട്ടുകാരെ, നിങ്ങൾ ഞങ്ങളെ നോക്കുകയും ഏറ്റവും നിസ്സാരനായ പുഴു മുതൽ ഏറ്റവും ശക്തരായ സിംഹവും വലിയ മത്സ്യവും പ്രകൃതി ശക്തികൾ വരെയും ദൈവശബ്ദം കേട്ടനുസരിക്കുന്നു. അതുപോലെ നിങ്ങളും ഉറുപ്പും വിദ്വേഷവും ഞാൻ എന്ന ഭാവവും വെടിഞ്ഞ് ഞങ്ങളെപ്പോലെ ദൈവത്തിനെ അനുസരിക്കുക. അങ്ങനെ അനുസരണം ഉള്ളവരായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റിത്തരും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി.